വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതെ, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നേരെ കിരണിൻ്റെയും കല്യാണിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രാഹുലാണെങ്കിൽ മനുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കണം, അല്ലെങ്കിൽ തൻ്റെ മകളുടെ ജീവിതം കോഞ്ഞാട്ടയാകുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനാണെങ്കിൽ കാർത്തികയുടെ അമ്മ അതായത് ലക്ഷ്മിക്ക് മെസ്സേജുകളൊക്കെ അയക്കുകയാണ്. അപ്പം ലക്ഷ്മിയോട് ചോദിച്ചു, അതെ ഞാനിന്ന് അമ്പലത്തിൽ നിന്നും പ്രത്യേകം പൂജിച്ച് വാങ്ങിച്ച വഴിപാടും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ പ്രസാദമൊക്കെ കിട്ടിയായിരുന്നോന്ന് ചോദിക്കാം. അതൊക്കെ കിട്ടി. നിങ്ങൾ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായെന്നൊക്കെ പറയുകയാണ് ലക്ഷ്മി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടു കൂടി ലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ പ്രകാശൻ്റെ അടുത്ത് ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രകാശനാണെങ്കിലോ എന്നാണ് തമ്മിലൊന്ന് കാണാൻ പറ്റുന്നത്, എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളെ ഒന്ന് നേരി കാണണമെന്ന്. അപ്പം എന്താ ഇനിയിപ്പം ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനത്തിനും അതുപോലെ തന്നെ അവിടെ ചില മീറ്റിങ്ങുകൾക്കും ഒക്കെ പോവേണ്ടതുള്ളത് കൊണ്ട് ഇപ്പം നേരി കാണാൻ നിർവാഹമില്ലെന്ന് അവർ പറയുകയാണ്. അപ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലും പ്രകാശൻ ഇപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ സെൽഫി എടുത്തിട്ട് അങ്ങ് അയക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ കാർത്തികയുടെ അമ്മയാണെങ്കിൽ ചാടി എഴുന്നേറ്റു. ഏത് വൃത്തികെട്ടവനെയാണോ താൻ കാണരുത് എന്ന് വിചാരിച്ചത് അവൻ തന്നെ ഇതാ ഇപ്പൊ സെൽഫി എടുത്ത് അയച്ചിരിക്കുകയാണ്. എന്നാണാവോ ഇവൻ്റെ ഈ ഒരു ശല്യം അവസാനിപ്പിക്കാൻ പറ്റുന്നത്. എന്തായാലും താൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പ്രകാശൻ്റെ കുഴി തോണ്ടിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരി ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ പ്രകാശനാണെങ്കിലോ രക്ഷപ്പെട്ടു. എവിടെയാ വിദേശ രാജ്യങ്ങളിൽ വരെ എടാ പ്രകാശ നിനക്ക് പോവാൻ പറ്റും. അത് കൂട്ടുള്ളൊരു ബന്ധമാണ് ഈശ്വരൻ ഈ പ്രായമായ സമയത്ത് നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്നത് എന്നൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിയെയും രൂപയെയും സേനനെയും ഒക്കെയാണ്. എല്ലാവരും കൂടെ ഇരുന്ന് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും കല്യാണിയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം. നമ്മുടെ കല്ലുമോനെയും കിരണിനെയും ഒക്കെ പിരിയുന്നതിൻ്റെതാണ്. രൂപ ചോദിച്ചു, എന്താ മോളെ ഇത്രയും വലിയൊരു പുരസ്കാരം കിട്ടുന്ന ആ ഒരു സമയത്തെങ്കിലും മോളൊന്ന് സന്തോഷവതിയായിട്ട് ഇരിക്കരുതോ? അമ്മ എനിക്ക് കിരണേട്ടനെയും അതുപോലെ തന്നെ എൻ്റെ കല്ലുമോനെയും ഒക്കെ പിരിയുന്നത് അതൊരു ചെറിയ വിഷമമേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ കല്യാണിയും മറുപടി പറഞ്ഞു. കിരണാണെങ്കിലോ നീ ഇങ്ങോട്ടൊന്ന് നോക്ക്, നമ്മുടെ അച്ഛനും അമ്മയും തമ്മിൽ എത്ര വർഷമാണ് അകന്ന് താമസിച്ചത്. അന്ന് അവരെത്രമാത്രം സങ്കടം അനുഭവിച്ചിട്ടുണ്ടാകും. ഇപ്പതാ നീ ഈ ഒരാഴ്ച മാറി നിൽക്കുമ്പോൾ എനിക്കും വിഷമമൊക്കെ ഉണ്ട് കല്യാണി. പിന്നെ ഞാനതങ്ങ് ആലോചിച്ചു, ദേ നിനക്ക് വലിയൊരു നേട്ടം കിട്ടുന്നതാണല്ലോ, അവിടുത്തെ കോമ്പറ്റീഷന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നൊക്കെ സേനനും പറയുകയാണ്. ഇവർ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കല്യാണി പറഞ്ഞു, കോമ്പറ്റീഷൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് അമ്മ. അതൊക്കെ ഇവള് വെറുതെ പറയുന്നതാ. ആള് കോമ്പറ്റീഷൻ്റെ സമയത്ത് പക്ക കറക്റ്റായിരിക്കും. ഇവളുണ്ടല്ലോ എന്തേലും ഒരു ജോലി ചെയ്താൽ പിന്നെ ആ ജോലിയിൽ മാത്രമായിരിക്കും ഇവളുടെ ശ്രദ്ധ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ 100% കല്യാണി വിജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് കിരണ് പറഞ്ഞു. അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പം ഇതിനിടയ്ക്ക് കല്യാണി പറഞ്ഞു, അതെ ഇപ്പോൾ എനിക്ക് ആകെയുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ കിരണേട്ട നമ്മുടെ കാർത്തികയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. കാർത്തിക എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രഗത്ഭയായിട്ടുള്ള ഒരു ബിസിനസ് വുമണാണ്. അവരെങ്ങനെയാണ് എൻ്റെ അച്ഛനെ പോലെയുള്ള ഒരു ചതിയൻ്റെ വലയിൽ പെട്ടത്? മോളെ അതിപ്പം എനിക്കും തോന്നുന്നത് കാർത്തിക മന്ദബുദ്ധിയൊന്നും അല്ല. ഇതിനിടയിൽ മറ്റെന്തോ ചില കള്ളക്കളികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. ഇപ്പം എന്തായാലും നീ ഭക്ഷണം കഴിക്കുക, ഇന്ന് നേരത്തെ കിടക്കണ്ടേ, നാളെ രാവിലെ ഉണർന്ന് പോകാനുള്ളതല്ലേ എന്നൊക്കെ കിരൺ പറഞ്ഞു. അങ്ങനെ അവർ റൂമിലേക്ക് എത്തി. അതിനുശേഷമാണെങ്കിലോ കിരൺ തൻ്റെ പ്രിയതമയോട് പറഞ്ഞു, അതെ നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ, ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ കൂടെ കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന്. നമുക്ക് പോവാൻ കിരണേട്ടാന്ന് കല്യാണിയും മറുപടി പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ആ രാത്രി അച്ഛനും അമ്മയും ഒന്നും അറിയാതെ പുറത്ത് നൈറ്റ് ഡ്രൈവിന് പോവാണ്.
അവിടെ ചെന്നു. ബീച്ചിലൊക്കെ ചെന്നിട്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്ന കപ്പലണ്ടിയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി പറഞ്ഞു, അതെ, അധിക സമയം ഇവിടെ നിൽക്കുമൊന്നും വേണ്ട, ഒരുപാട് സാമൂഹിക വിരുദ്ധരൊക്കെ ഉള്ള സ്ഥലമൊക്കെയാണ്. മോളെ, ഇത്രയും കരുത്തനായിട്ടുള്ള കിരണിന്റെ ഭാര്യയല്ലേ നീ, നിനക്കും അത്യാവശ്യം കൈക്ക് ബലമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ ആൾക്കാരെ പേടിക്കുന്നത്? നമ്മൾ പേടിക്കേണ്ടത് ആൾക്കാരെയൊന്നും അല്ല, നമ്മൾ പേടിക്കേണ്ടത് വല്ല പട്ടിയോ അതുപോലെയുള്ള എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണി പറഞ്ഞു, കിരണേട്ടാ പോയാലോ, നമുക്ക് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞു. അവർ മടങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ അടുത്തൊരു തട്ടുകട കാണുകയാണ്. കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കയറി ഒരു തട്ടുദോശയൊക്കെ തട്ടിയാലോ. അങ്ങനെ രണ്ടാളും കൂടി വളരെയധികം സന്തോഷത്തോടു കൂടി ദോശയൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് നമ്മുടെ നയനയും ആദർശും കൂടി വരികയാണ്. അവർ കണ്ടതും നമ്മുടെ കല്യാണിയോട് പറഞ്ഞു, ദേ കല്യാണി, ഇത് എന്തൊക്കെയാണ്, ഇതെന്താ? അപ്പം നീ നാളെയാണ് ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞങ്ങളെ കുറച്ച് തിരക്കിലായിപ്പോയി, അനിയുടെ വിവാഹമല്ലേ വരുന്നത്, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ബിസിയാണ് എന്നൊക്കെ പറഞ്ഞു. അല്ലടാ, നീ ഇപ്പൊ ഇവളെയും കൂട്ടിയിട്ട് പുറത്തിറങ്ങാനൊക്കെ തുടങ്ങിയോന്ന് നമ്മുടെ കിരൺ ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, സംഭവമൊക്കെ ശരി തന്നെ അളിയ, അമ്മ ഉറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ, അമ്മ ഭയങ്കര പ്രശ്നമാണല്ലേ എന്ന് കിരൺ ഇങ്ങനെ കളിയാക്കി ചോദിക്കുമ്പം അമ്മയുടെയും ഭാര്യയുടെയും സ്നേഹത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞാൻ ഇന്ന് വട്ടം കറങ്ങുകയാണ്. അങ്ങനെ കിരൺ പറഞ്ഞു, ദേ തട്ടുദോശ നല്ല സൂപ്പറായിട്ടുണ്ട്, ഓംപ്ലേറ്റും തട്ടുദോശയും പറയട്ടെ എന്ന് പറഞ്ഞപ്പം ആദർശ് പറഞ്ഞു, നിങ്ങളിപ്പോൾ തൽക്കാലം ഇത് കഴിക്കുക, ഞങ്ങൾ പോയിട്ടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും കിരണും കല്യാണിയും കൂടി നമ്മുടെ നയനയുടെ അടുത്ത് പറഞ്ഞു, നയനെ എടി, എങ്ങനെയാണ് ഇപ്പോഴത്തെ ലൈഫ്? നിങ്ങളിങ്ങനെ സന്തോഷമായിട്ട് തന്നെയാണോ പോകുന്നത്, അതോ നീ ചുമ്മാ എന്നെ സമാധാനിപ്പിക്കാൻ പറയുകയാണോ എന്ന് ചോദിക്കുക. അല്ലടി, ഇപ്പോൾ ഒരുപാട് മാറ്റം എൻ്റെ ആദർശേട്ടനുണ്ട്, അമ്മ കാണാതെയൊക്കെ ആണേലും ആളിപ്പോൾ എന്നെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് നിനക്ക് കാണാമല്ലോ. അങ്ങനെ ആദർശ് വന്നതും നമ്മുടെ കിരൺ പറഞ്ഞു, അതെ, ഈ നയന അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യുന്നതാണല്ലോ, ആദർശേ നീ നിന്റെ കമ്പനിയിൽ നയനയ്ക്ക് വേണ്ടുന്ന ഒരു സ്ഥാനം കൊടുക്ക്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദേ എൻ്റെ കല്യാണി പോകുന്നത് പോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾക്കൊക്കെ നമുക്ക് 4 പേർക്കും കൂടി അങ്ങ് പോകാനൊക്കെ പറ്റുമെന്ന് കിരൺ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആദർശ് നയനയുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. അവളുടെ കണ്ണിൽ നല്ലൊരു സന്തോഷം കാണുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇവർ 4 പേരും കൂടെ സംസാരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ മൗനരാഗത്തിൻ്റെ ഈ ഒരു വിശേഷം അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.